സംസാരിക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മൾ ഇരിക്കുമ്പോഴോ നമ്മൾ നിൽക്കുമ്പോഴോ പോലും നമ്മുടെ ബോഡി ലാംഗ്വേജിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചിലപ്പോ ഒരുപക്ഷെ നമ്മുടെ ശരീരം നമ്മളോട് സംസാരിച്ചു തന്നിരിക്കും. ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോ നമ്മളോട് സംസാരിച്ചു തന്നിരിക്കും. ശരിയല്ലേ? അപ്പോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വാക്കുകൾക്ക് അപ്പുറത്തേക്കുള്ള കാര്യം എന്ന് പറയുമ്പോൾ, ഞാനിപ്പോ ആരോടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ആരോടാ? നിങ്ങളോട്, ഓരോരുത്തരോടും ആണല്ലേ. ഇതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ വെച്ചു, അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ വെച്ചു, അപ്പൊ ഞാൻ വീണ്ടും ഇങ്ങനെ കാണിച്ചു, അപ്പൊ ഡോക്ടർ കയ്യിലേക്ക് പേന തന്നു. ഞാൻ ഇവിടെ വന്ന് വെറുതെ ചുമ്മാ ഇങ്ങനെ ഒന്ന് എഴുതണോ എന്ന് നോക്കി, അങ്ങോട്ട് നോക്കിയപ്പോഴത്തെ റിട്ടയർഡ് DYSP എന്നെ ഇങ്ങനെ ഒരു നോട്ടം. അപ്പൊ ഞാൻ എഴുതുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇവിടെ വന്ന് പേന തന്നു. അപ്പൊ ഇയാൾ ചോദിച്ചു എന്ന് ചോദിച്ചു, അപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചു, വീണ്ടും ആ പേന തിരിച്ച് അവിടെ ചെന്നിട്ടുണ്ട് അല്ലേ. അപ്പോ ഇതിനിടയ്ക്ക് ഒരു പേന അവിടുന്ന് വന്ന് എന്റെ കയ്യിലൂടെ വന്ന് സാറിന്റെ ബുക്കിലൂടെ അടുത്തേക്ക് വന്ന് വീണ്ടും ഇവിടെ വന്ന് ഈ കയ്യിലൂടെ ചെന്ന് പേന അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ പവർ ഓഫ് ബോഡി ലാംഗ്വേജ്.